അലോപേഷ്യ ഏറിയറ്റ അഥവാ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന വട്ടത്തിലുള്ള മുടി കൊഴിച്ചിൽ ഇതിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് യുവാക്കൾക്കാണ്. കാരണം അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടെൻഷനാണ്. ടെൻഷനും സഡൻഡറി ലൈഫ് സ്റ്റൈലും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. നമ്മൾ ഈ കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് മെയിലിലും അതുപോലെ തന്നെ ഫീമെയിലിലും കണ്ടുവരുന്നുണ്ട്. റയർ ആയിക്കൊണ്ട് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. പക്ഷെ മുതിർന്നവരിൽ പ്രായമായവരിൽ ഇത് വളരെ റയർ ആയിക്കൊണ്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ആ ഒരു കാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ ഒരു 50 വയസ്സിന് ശേഷമാണ് കൂടുന്നതെങ്കിൽ ഈ പറഞ്ഞ അസുഖം അലോപേഷ്യ ഏറിയറ്റ എന്ന അസുഖം റൗണ്ടിൽ മുടി പോകുന്ന ബുദ്ധിമുട്ട് കൂടുതലും കണ്ടുവരുന്ന യുവാക്കൾക്കാണ്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ്സും സെഡൻഡറി ലൈഫ് സ്റ്റൈലും തന്നെയാണ്. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്നും വിശദമായിട്ട് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹസിൻ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അലോപേഷ്യ ഏറിയറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സും ടെൻഷനും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്ക് ആദ്യമായിട്ട് എന്താണ് അലോപേഷ്യ ഏറിയറ്റ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിക്കൊണ്ട്, ഉദാഹരണത്തിന് തലയിലായാലും താടി രോമങ്ങളിലായാലും പിരുകത്തിലായാലും രോമങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, ഇപ്പോൾ ചെസ്റ്റിലായി കഴിഞ്ഞാലും ബോഡിയിലായി കഴിഞ്ഞാലും ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന റൗണ്ടിലായിട്ട് പ്രത്യേക സ്ട്രക്ചറിലായിട്ട് ഇപ്പോൾ കോയിൻ ഷേപ്പിലായിട്ട് മുടി ലോസ് ആവുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന അലോപേഷ്യ ഏറിയറ്റ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 3 തരമാണ് കണ്ടുവരുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ അലോപേഷ്യ ഏറിയറ്റ, അതായത് ഒരു പ്രത്യേക പൊസിഷനിൽ, ഉദാഹരണത്തിന് താടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് വരുന്നതാണ് അലോപേഷ്യ ടോട്ടാലിസ്, അതായത് നമുക്ക് ഇപ്പോൾ തലയിലാണ് വന്നെങ്കിലും പൂർണ്ണമായിട്ടും തലയിൽ എല്ലാ രോമങ്ങളും പൂർണ്ണമായിട്ട് പോകുന്ന അവസ്ഥ. മൂന്നാമതാണ് അലോപേഷ്യ, അതിപ്പോൾ പിരുകത്തിലാണെങ്കിൽ പിരുകം പൂർണ്ണമായിട്ട് പോണ അവസ്ഥ. പക്ഷേ ബാക്കിയുള്ള മറ്റേ പിരുകത്തിൽ രോമം ഉണ്ടാവും, താടിയിൽ രോമം ഉണ്ടാവും, തലയിൽ ഹെയർ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞത് കംപ്ലീറ്റ്ലി പോകും. മൂന്നാമത്തേതാണ് അലോപേഷ്യ യൂണിവേഴ്സിസ്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലി അങ്ങോട്ട് ലോസ് ആവും. ശരീരത്തിൽ ചില പേഷ്യൻസിനെ കാണാൻ പറ്റുന്ന കീമോതെറാപ്പി കഴിഞ്ഞാൽ ഒരു രോമം പോലും ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ഇതിൻ്റെ 3 ടൈപ്പ്. ഇനിയിപ്പം നമുക്ക് ബോഡി കാണിച്ചു തരുന്ന ചില സൈനും സിംറ്റംസ് ഉണ്ട് ഈ അസുഖം വരുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഈ വന്നൊരു വ്യക്തിയാണെങ്കിൽ തൊട്ടടുത്ത പാച്ചസ് വരുന്നതിന് മുമ്പ്, തൊട്ടടുത്ത സ്ഥലത്ത് വരുന്നതിന് മുമ്പ് ശരീരം കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ അസുഖം വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ സ്കിന്ന് ടൈറ്റ് ആയിരിക്കും. ബാക്കിയുള്ള ഒരു ഏരിയ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ഇറിറ്റേഷൻ ഉണ്ടാവും. ആദ്യം പറഞ്ഞത് ആ ഒരു ഏരിയയിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും സ്കിന്ന്. രണ്ടാമത് പറഞ്ഞത് ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. മൂന്നാമത്തത് ഒരു സൂചി കുത്തുന്നത് പോലെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടാവും. നാലാമത് ഒരു തെരിപ്പും സെൻസേഷൻ അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. അഞ്ചാമത്തത് പതിയെ പതിയെ അവിടുത്തെ കളറ് കുറച്ചും കൂടി ഒന്ന് ഷൈനിങ് ആയിരിക്കും. ബാക്കിയുള്ള ഏരിയ പോലെയല്ല, അവിടുത്തെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ നല്ലൊരു ഷൈനിങ്ങിലേക്ക് മാറും. ഇതാണ് അസുഖം വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ. അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അവിടെ പൂർണ്ണമായിട്ടും മുടിയില്ലാത്തൊരവസ്ഥയായിരിക്കും. അത് ഇറിറ്റേഷൻ ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഷൈനിങ് നന്നായിട്ട് കൂടും. അപ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് തൊട്ടടുത്തുള്ള ഒരാളോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആണെങ്കിൽ വന്നാൽ ബാക്കിയുള്ള ഏരിയയേക്കാൾ കൂടുതൽ ഷൈനിങ് ആ ഏരിയയിലുണ്ടാവും. അത് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള വഴിയാണത്. ഇനി നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നേരത്തെ പറഞ്ഞുള്ള സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ളത് നമുക്കൊക്കെ അറിയാൻ പറ്റും. നമുക്ക് പല പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും, അത് ഏറ്റവും അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ഏജാണ് യൂത്ത്. ഒരു 30 to 40 ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 25 to 40 ഒക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇത് ബോത്ത് സെക്സിലുണ്ട് കേട്ടോ, മെയിലിനും അതുപോലെ ആണുങ്ങൾക്കും പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത് കണ്ടുവരുന്നത്. റയർ ആയിക്കൊണ്ട് കുട്ടികളിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും പറഞ്ഞ ഫുഡിലുണ്ടാകുന്ന കാര്യം. നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നോർമലി ചില കാര്യങ്ങളിൽ മാത്രം ഇപ്പം നമുക്കറിയാൻ പറ്റും ഒരു കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷേ അറിയാത്ത ടെൻഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ കാരണം രാത്രിയത്തെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. കാരണം കൃത്യസമയത്ത് ഉറങ്ങാതെയും കൃത്യസമയത്ത് ഉറങ്ങി എഴുന്നേൽക്കാത്ത അവസ്ഥ. ഈ രൂപം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്ക് ആ ഒരു ഡേ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ടയർഡ്നെസ്സും ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ബോഡിയുടെ ഇൻറ്റേർണലായിട്ട്
അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ബോഡിയുടെ സ്കിന്നിൻ്റെ റിപ്പയറിങ്ങും ബസ്സൊക്കെ കാണുന്നില്ല, ഷെൽട്ടറിൽ ഇട്ട് കഴിഞ്ഞ് ഇല്ല റിപ്പയറിന് കറക്റ്റായിട്ട് ബ്രേക്ക് എടുക്കുമ്പോൾ അല്ലെ കാറാണെങ്കിൽ കൃത്യസമയത്ത് ഇൻ്റർവെല്ലിൽ സർവീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, സർവീസിങ് എന്നുള്ളത് അതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസിനെയും ഡയറക്റ്റ്ലി പ്രപ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതേ രൂപത്തിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കംപ്ലയിൻസും അവിടെ റീജനറേഷനും സ്കിന്നിന് മാത്രമല്ല മസിൽസിലായിക്കോട്ടെ ഓർഗൻസിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ബോഡിയുടെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് കാര്യങ്ങൾ കംപ്ലീറ്റ് റിക്കവർ ചെയ്ത് വരുന്നത്. തുടർച്ചയായിട്ട് ഇറഗുലറായിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലീപ്പ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കും, ബോഡിയുടെ ഈ പറഞ്ഞ കോർട്ടിസോൾ വർദ്ധിക്കും. ഈ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ബോഡിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പാറ്റേണിൽ ചേഞ്ചസ് വരും. ബോഡി കംപ്ലീറ്റ് ഒരു ഫൈറ്റ് എന്നുള്ള മൂഡിലേക്ക് മാറും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം സിറ്റുവേഷൻ ചെയ്യാനുള്ള ഒരു എമർജൻസി മൂഡിലേക്ക് അത് മാറും. ആ മൂഡിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും, പതിയെ പതിയെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ കിട്ടാത്ത അവസ്ഥ വരും. കാരണം പ്രധാനപ്പെട്ട ഓർഗൻസിലേക്ക് മാത്രം വളരെ കുറച്ചുകൊണ്ട് ബോഡി സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി നിർദ്ദേശം കൊടുക്കും. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ കിട്ടില്ല. പ്രോപ്പറായിട്ട് സർക്കുലേഷൻ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹെയർ ഫോളിക്കിൾസും ഹെയറിനും ഗ്രോത്ത് നടക്കൂല. ഇതാണ് ഏറ്റവും പ്രധാനം. അത് പിന്നീട് രണ്ടാമതുണ്ടാകുന്ന ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോണിൻ്റെ തന്നെ ഫലമായിട്ടുണ്ടാവും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാവും ശരീരത്തിൽ. നമുക്കൊക്കെ അറിയാൻ പറ്റും, ചില പേഷ്യൻസ് ഒക്കെ ചെയ്യും, ഡോക്ടർ ഞാൻ എത്ര ഡയറ്റ് ചെയ്തിട്ടും എൻ്റെ തടി കുറയണില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ ആണെന്ന് ചോദിക്കും. ഡോക്ടർ അത് പ്രോപ്പറല്ല, അതിപ്പം കുട്ടികളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം രാത്രി ഫോണൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയാം അവരോട് 100% നിങ്ങൾ ഡയറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല എങ്കിൽ നിങ്ങൾ വീർത്ത് വരും. കാരണം അത് തടി മാത്രമല്ല, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടാണ്. ആ നീർക്കെട്ട് നിങ്ങൾ പുറമേ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫാറ്റ്, വിസറൽ ഫാറ്റ്, അബ്ഡമിനൽ ഫാറ്റ് നമ്മൾ കാണുന്ന എന്താണ്, പുറമെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ 2 ഇരട്ടി ഉള്ളിലുണ്ട്. നിങ്ങൾ ഈ പുറമേ കാണുന്ന ഇപ്പോൾ കൈക്ക് ചില സമയത്ത് ചില പേഷ്യൻ്റ് ഡോക്ടർ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര തടിയാണ്, രാവിലെ ഇടുമ്പോൾ ഭയങ്കര ടൈറ്റാണ്, വൈകിട്ടാകുമ്പോൾ കുറയാണ്, അല്ലെങ്കിൽ വൈകിട്ട് ഇടുമ്പോൾ ടൈറ്റാണ്, രാത്രി കൂടുകയാണ്. അപ്പോൾ അതിങ്ങനെ ഈ രൂപത്തിൽ പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നീർക്കെട്ട് വരികയാണ്. നിങ്ങൾ പുറത്ത് കാണുന്നതിൻ്റെക്കാളും 2-3 ഇരട്ടി എന്തായിരിക്കും ഇത് ഇന്റേണലി ഉണ്ട്. അപ്പോൾ ഇന്റേണലി നീർക്കെട്ടുള്ള അവസ്ഥയിൽ എന്താ സംഭവിക്കുക, പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ എല്ലാ ഭാഗങ്ങളിലേക്കും ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ പതിയെ എന്തിലേക്ക് മാറും, ഈ നേരത്തെ പറഞ്ഞ ലാക്ക് ഓഫ് ന്യൂട്രീഷൻസും കാര്യങ്ങളും സപ്ലൈയും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ രൂപത്തിലാണ് ശരീരത്തിലെ ഉറക്കം ഈ ഒരു അസുഖത്തിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കം കുറയുമ്പോൾ എന്ത് ചെയ്യും, ടെൻഷനും കാര്യങ്ങളും വർദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഡയറ്റ്. നമ്മൾ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഡയറ്റ് തെറ്റുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ജങ്ക് ഫുഡ് കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഓവറായിട്ട് ഓയിലി ഫുഡ്, സമൂസ ആയാലും പപ്സ് ആയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്താണ്, അത് കൊളസ്ട്രോൾ മാത്രമേ കാരണമുള്ളൂ. അത് കൊളസ്ട്രോൾ മാത്രമല്ല, അത് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബോഡിയിൽ ഇന്റേണലി സംഭവിക്കും. അപ്പോൾ ഇന്റേണലി ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുമ്പോൾ എന്താവും, പതിയെ നമ്മുടെ ആ പറഞ്ഞ ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആകുകയും നമ്മൾ പറയുന്ന ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പുവർ ന്യൂട്രീഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ നല്ല കോസ്റ്റ്ലിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് മെജോറിറ്റി കഴിക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കണം എന്ന് ഒരിക്കലും പറയണില്ല, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പോസിബിൾ അല്ല. പക്ഷെ അതിൻ്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെ പരമാവധി ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമായിട്ട് ചുരുക്കിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ആ സമയത്തിലേക്ക് ലിമിറ്റ് ചെയ്യും. മോർണിംഗിൽ വളരെ നന്നായിട്ട് ഇപ്പം ഫുഡ് പ്ലേറ്റ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം പ്രോട്ടീനും വെജിറ്റബിൾസും ലീഫ്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു 30-40% വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരുവിധം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു അസുഖത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. നോർമലി നമ്മൾ ഈ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അഥവാ നമ്മൾ ചെയ്യുന്ന ലാബ് ടെസ്റ്റുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മളിപ്പോൾ ജനറൽ വീക്ക്നെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിന് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ടെസ്റ്റ് നിർബന്ധമാണ്. അതുപോലെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടെന്നുള്ള കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യും. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിഷൻ, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഒക്കെ നോർമലി ഈ അസുഖമുള്ളവർക്ക് ചെയ്യും. നോർമലി നമുക്ക് കണ്ടുവരാനുള്ള HB നോർമലി കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ കൊളസ്ട്രോളിനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഹൈ ആയിട്ടും കണ്ടുവരാറുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഈ പറഞ്ഞ അലോപേഷ്യ ഏറിയേറ്റ, അതായത് മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്നതിനുള്ള പ്രധാനമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും.
പക്ഷെ അതിൻ്റെ റിക്കറൻസി അഥവാ തുടർച്ചയായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും. ചില പേഷ്യൻസ് അവർക്ക് എന്ത് ചെയ്യും, ടെൻഷനോ നല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും അത് വരാറുണ്ട്. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ, അല്ല ആ പറഞ്ഞ ലൈഫ് അതിനനുസരിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പൂർണ്ണമായിട്ടും വരാത്ത രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്? അത് വിദഗ്ധമായിട്ടുള്ള മെഡിസിൻസ് നിർബന്ധമാണ്. അതെന്ത് ചെയ്യേണ്ടി വരും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാറ്റഗറിയിലാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അത് ബോഡിയുടെ മൊത്തം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബ്ലഡ് ക്ലിയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അതോടൊപ്പം നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ പോർഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കാം. ഒരു 1 month കഴിഞ്ഞിട്ടും റിസൾട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് 3 വെളുത്തുള്ളിയാണ്. 3 വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ എന്ത് ചെയ്യുക, ചതച്ചരച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള ഒണിയൻ ജ്യൂസ്, വെളുത്തുള്ളിയും സാധാരണ സവാളയും ഉള്ളിയും 1 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള, അതായത് കോൾഡ് പ്രോസസ്ഡ്, നാട്ടിലുള്ള മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുന്ന എന്തുണ്ടാവും, പാക്കറ്റ് കോക്കനട്ട് ഓയിലിന് പകരം വെളിച്ചെണ്ണയ്ക്ക് പകരം തൊട്ടടുത്ത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് വ്യാപകമായിട്ടുണ്ട് എന്ത് കോൾഡ് പ്രോസസ്സിൽ നടക്കുന്ന വെളിച്ചെണ്ണ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ 1 ടീസ്പൂൺ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ല മാറ്റം കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻറ്റേർണലി ബോഡിയുടെ ഉള്ളിൽ ഫുഡായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നത് വളരെ എഫക്റ്റീവാണ്. ഏറ്റവും ബെറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾനട്ടാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ പൊമഗ്രാനേറ്റ് പറയാറുണ്ട്, മാതള നാരങ്ങ പറയാറുണ്ട് വെറും വയറ്റിൽ കഴിക്കുന്നത്. ഡെയിലി 2 ഈ ഒരു അസുഖമുള്ളവർ മാത്രമാണ് തുടർച്ചയായിക്കൊണ്ട് ഒരാഴ്ച 2 നെല്ലിക്ക ജ്യൂസ് വെച്ച് കഴിക്കേണ്ടതാണ്. അപ്പോൾ തുടർച്ചയായിട്ട് കഴിക്കുകയും പിന്നീട് ഒരു 2-3 ഡേയ്സ് ബ്രേക്ക് എടുത്ത് വീണ്ടും കഴിക്കുകയും ചെയ്യുന്നത് നല്ല എഫക്റ്റായിട്ട് കണ്ടുവരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ സവാള ജ്യൂസ് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയും ഇളം ചൂടോടുകൂടി തന്നെ ആ ഭാഗത്തിൽ അപ്ലൈ ചെയ്യും. രാത്രി അപ്ലൈ ചെയ്തിട്ട് മോർണിംഗിൽ അത് വാഷ് ഔട്ട് ചെയ്യുക. ഇത് 2-3 വീക്സ് നോക്കാം. പിന്നീട് അതിന് ചേഞ്ചസ് എന്തെങ്കിലും ആ ഏരിയയിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടും ഹോം ചെയ്തതിന് ശേഷവും മാറ്റങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ ബന്ധപ്പെടേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വേണ്ടി ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും മാറുന്നൊരു അസുഖമാണ്. ചില ആൾക്കാർക്ക് വളരെ ടെൻഷനോടുകൂടിയാണ് വരും, ഡോക്ടർ ഇത് മാറുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കേസുകൾ മാറിയതുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ടെൻഷനും എടുക്കേണ്ടില്ല. പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.